ഹലോ, ദിസ് ഇസ് മത്തായിച്ചൻ ഫ്രം ഇടുക്കി. അപ്പം പലർക്കും സംശയമുണ്ട്, ഈ ഏലക്ക എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഏലം എന്നൊക്കെ പലപ്പോഴും പലർക്കും സംശയങ്ങളുണ്ടല്ലേ. ഇടുക്കിയിലുള്ളവർക്ക് ഇത് പരിചിതമാണ്, പിന്നെ ഇടുക്കിയിലൊക്കെ വന്ന് കണ്ടവർക്കും അറിയാം ഏലക്ക എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഏലം എന്താണെന്നും ഏലക്ക എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഏലം. ഏലം കാണാത്തവർക്ക് വേണ്ടി ഇതാണ് ഏലം. ഒരു മനുഷ്യന്റെ പൊക്കത്തെക്കാളും ഉയർന്നു നിൽക്കുന്നതാണ് ഏലം. കണ്ടോ, ഇത്രയും പൊക്കമുണ്ട്. അപ്പം ഇനി ആരും ഏലം കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് ഏലം. ഇത് നമ്മൾ ഈ ഏലത്തിന്റെ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ഈ ഓരോ കമ്പെന്ന് വേണേൽ ഉദാഹരണമാക്കാം. ഇതിന് തട്ട എന്നാ പറയുന്നത്, തട്ട. അപ്പം നമ്മളിത് നടുന്നതിന് മുന്നേ തട്ട പിരിച്ച് ഈ ലെവലിലുള്ളതൊക്കെയാണ് കൊണ്ട് നടുന്നത്. പിന്നെ അത് വളർന്ന് ഈ ലെവലിലേക്കൊക്കെ ആകും. അപ്പം അതാണ് തട്ട. ഓക്കെ, ഇതാണ്ടേ ഏലക്ക കണ്ടോ, ഇതാണ് ഏലക്ക. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ സംശയമുള്ളവരുണ്ട്. അതെ, ഏലത്തിൻ്റെ തട്ടയുടെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഒരു ശരം പുറപ്പെടും. ഇതിങ്ങനെ അതിലാണ് ഇതുപോലെ ഏലക്ക ഉണ്ടാകും. നല്ല രീതിയിലൊക്കെ നോക്കിയാൽ നല്ലതുപോലെ കായ ഉണ്ടാകും കേട്ടോ. ഒരു ശരത്തിൽ 10-32 കായൊക്കെ ഉണ്ടാകുന്നതാണ്. നല്ലപോലെ ശ്രദ്ധിച്ചാൽ അതുപോലെ നമുക്ക് കായ എടുക്കാൻ പറ്റും. വർഷത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാ കിട്ടും. അതുപോലെ ക്ലൈമറ്റ് ആണെങ്കിലും ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഏലക്ക ആകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ ഇതാ കേട്ടോ. ഇങ്ങനെ വളരെ മനോഹരമായൊരു പൂവായിരിക്കും ആദ്യം നമ്മൾ കാണുന്നത്. ഈ പൂവാണ് പിന്നീടത് കായായി നമുക്കത് ഏലക്ക ആയിട്ട് ലഭിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, തേനീച്ച പൂവിൽ വന്ന് പരാഗണം നടത്തുന്നത് കണ്ടോ. ആ ഇതിലുള്ള തേൻ വന്ന് ഇങ്ങനെ തേനീച്ച വന്ന് കുടിക്കും. കണ്ടോ. അപ്പോൾ ഇതാണ് ഏലത്തെക്കുറിച്ചുള്ള ആദ്യത്തെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തൂടെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ടിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മത്തായിച്ച ഫ്രം ഇടുക്കി. ബൈ.